കെ അംബുജാക്ഷൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു. കെ അംബുജാക്ഷൻ അനുസ്മരണ സമ്മേളനം ഡോക്ടർ കല്യാൺ ഉൽപ്പലാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് അധ്യക്ഷത വഹിച്ചു. അവാർഡ് ജേതാവ് വി.കെ. ശ്രീധരന് സമിതിയുടെ 2024 സ്മൃതി പുരസ്കാരം ഡോക്ടർ കല്യാൺ ഉൽപ്പലാക്ഷൻ സമ്മാനിച്ചു. കെ.ജി. ശിവാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പി.എ. സീതി മാസ്റ്റർ പ്രശസ്തി പത്രം സമ്മാനിച്ചു. പി. രാമൻകുട്ടി, സി.എസ്. തിലകൻ, മുരളീധരൻ ആനാപ്പുഴ, സി. നന്ദകുമാർ, ടി.കെ. ശക്തിധരൻ, ഷംസുദ്ദീൻ വാത്തിയടത്ത്, കുഞ്ഞുമുഹമ്മദ് കണ്ണേഴത്ത്, പി.കെ. ധർമ്മരാജ്, കിഷോർ ബാബു എന്നിവർ സംസാരിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മികച്ച വിജയം കൈവരിച്ച 5 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡുകൾ നൽകി. ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഞങ്ങളുടെ സ്കൂളിലെ വോളിബോൾ സ്പോർട്സ് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ വരുന്നത് പലപ്പോഴും അംബുജാക്ഷനിൽ അങ്ങനെയാണ് കൂടുതൽ ഞങ്ങൾ അടുക്കുക. പിന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ സൈക്കിളിൻ്റെ അംബുജാക്ഷൻ്റെ കഥകളൊന്നും ചർച്ച ചെയ്തിട്ടേ പോകാറ്. ഏത് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചാലും അതിനെക്കുറിച്ചൊക്കെ സ്വന്തമായ അഭിപ്രായമുള്ള ആളുകൾ അംബുജാക്ഷൻ. നമ്മൾക്ക് തെറ്റ് പറ്റിയാലും അല്ലെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞാലും അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം അംബുജാക്ഷനുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ കയറി പറ്റിയ ആളാണ് അംബുജാക്ഷൻ്റെ ഓർമ്മയിൽ ആ ഓർമ്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂരിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ലക്ഷ്മി വാച്ച് ഹൗസും അതുപോലെ തന്നെ മംഗള ഹോട്ടലിലെ എതിർവശത്തുള്ള ആൽത്തറയും.